പാഠശാലയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിങ്ങനെ വർഗാക്ഷരങ്ങൾ കായ്ക്ക ഗായ്ക്കങ്ങ അത് നമ്മൾ പഠിച്ചില്ല. നമുക്കൊന്നുകൂടെ റിമൈൻ ചെയ്യാം. അത് പെട്ടെന്ന് ട്രിക്കിലെഴുതി ആ 25 അക്ഷരങ്ങൾ പ്രത്യേകിച്ച് എഴുതാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ഇതൊരിക്കലും മറന്നു പോകരുത്. നിങ്ങൾക്ക് തെറ്റിയും പോകത്തില്ല. ആദ്യം വർഗാക്ഷരങ്ങൾ എഴുതും. ക, ച, ത, ത, പ. ഇത്രയാണ് വർഗാക്ഷരം. 5, 10, 15, 20, 25 വർഗാക്ഷരം. അതൊക്കെയാണ് ക, ച, ട, ത, പ. ഇത് ആവർത്തിച്ച് റെക്കോർഡ് ചെയ്യുക. ക, ച, ട, ത, പ. ക, ച, ട, ത, പ. ക, ച, ട, ത, പ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ സൈഡിൽ തന്നെ ങ, ഞ, ന, ന, മ. ങ, കച്ചട്ടത്താപ്പ ങ, ഇത് ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകത്തില്ല. ങ, ഞ, ണ, മ. ങ, ഞ, ണ, മ. ക, ച, ട, ത, പ. ങ, ഞ, ണ, മ. ഇത് ആവർത്തിച്ച് നമുക്ക് മൈൻഡിൽ അങ്ങ് റെക്കോർഡ് ചെയ്താൽ ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകില്ല. വർഗത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇ, ഖ, ഗ, ഇഘ, ങായി. ക, ഇഖ, ഗ, ഇഘ, ങ. ഇനി ച, ഛ, ജ, ജ, ഞ. ച, ഇച്ഛ, ജ, ഇജ, ഞ. ട, ഇഠ, ഡ, ഇഢ, ണ. ത, ഇഥ, ദ, ഇധ, ണ. പ, ഫ, ബ, ഇഭ, മ. അപ്പോൾ നമുക്ക് 25 അക്ഷരങ്ങൾ തെറ്റായി തന്നെ കിട്ടി. ക, ഇഖ, ഗ, ഇഘ, ങ. ച, ഇച്ഛ, ജ, ഇജ, ഞ. ട, ഇഠ, ഡ, ഇഢ, ണ. ത, ഇഥ, ദ, ഇധ, ണ. പ, ഇഫ, ബ, ഇഭ, മ. ഈ ട്രിക്ക് ഒരിക്കലും മറന്നുപോയത്. കച്ചടത്തപ്പ അങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ട് കഴിക്കണ ബാക്കി 3 അക്ഷരങ്ങൾ ഓർത്താൽ മതി. ച, ഇച്ഛ, ജ മതി. ച, ജ, ഇജ മാത്രം ഓർത്താൽ മതി. ഇഖ, ഗ, ഇഘ മാത്രം ഓർത്താൽ മതി. അപ്പോൾ ഈ 2 അക്ഷരങ്ങൾ 5 അക്ഷരങ്ങളുള്ളതിൽ ഈ 2 അക്ഷരം അപ്പുറം എഴുതി കഴിഞ്ഞാൽ ബാക്കി 3 അക്ഷരം മാത്രം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയാൽ മതി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഞാലാവ. വർഗാക്ഷരങ്ങൾ അതിൽ യാടെ സുന്ദരങ്ങളുണ്ട്. യാ, ര, ല, വ. യാ, ര, ല, വ. യ, ര, ല, വ. ഇത്ര അക്ഷരങ്ങളാണ്. ഇനി അടുത്ത് നോക്കട്ടെ. യ കൊണ്ട് ആദ്യം യ ഇല്ല. യവുണ്ട്, യാദവൻ ഒക്കെ ഉണ്ട്. നമ്മൾ സംസ്കൃത അക്ഷരമാണ്. വയൽ, വയം, മയിൽ, മയിൽ. ചില ഇങ്ങനെ എഴുതുന്നുണ്ട്. മയിൽ തെറ്റാണിത്. ഇത് മയിൽ പക്ഷിയാണ്. മയിൽ ഇത് ദൂരത്തെയാണ്. ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര മൈൽ ദൂരമുണ്ട്. അപ്പം വയൽ, പയർ, മയിൽ. വയൽ. ഇപ്പം കൃഷി ചെയ്യുന്ന ഫീൽഡിനെയാണ് വയൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ബീൻസ്. മയിൽ മീൻസ് പീക്കോക്ക്. ഇനി രാ നോക്കാം. രമ, രാമൻ, രാജു, രാജു. രമ, രാമൻ, രാജു. രാജകത്തിലുള്ള വാക്കുകൾ കിട്ടിയല്ലോ. രമ, രാമൻ, രാജു. ഇതൊക്കെ ഒരു പേരുകൾ തന്നെയാണ്. ഇനിയില്ല.
വല, തല, മല, ല. വല, നെറ്റ്, തല, ഹെഡ്, മല, ഹെഡ്. ഇനി വാവ് ഉണ്ട് നോക്കാം. എല്ലാവർക്കും ഫെമിലിയറാണ്. വല ഉണ്ടാക്കാം. വട, വല, വല, നെറ്റ്, വട ഒരു എണ്ണയിൽ പൊരിക്കുന്ന ഒരു തരം പലഹാരമാണ്. വര, ലൈൻ. യാ രാ ലാ വ എഴുതി. യാ രാ ലാ വ. ഒന്നുകൂടെ വായിക്കാം. യാ രാ ലാ വ. യാ രാ ലാ വ. ശ. ശ. ഈ ശാഖി ഈ ചുരുപ്പില്ലെങ്കിൽ ഗ എന്നാണ് വായിക്കുന്നത്. ഒരിക്കലും അങ്ങനെ തെറ്റ് പറ്റരുത്. ഉള്ളിലേക്ക് വന്നിട്ട് ഇങ്ങനെ ചുറ്റിക്കിട്ടും. ശ, ശ, ഷ. പ ഇങ്ങനെ എഴുതിയിട്ട് ഇതിനെ പ എഴുതുന്നേ. ഇതിനെ ഇങ്ങനെ മടക്കി കുത്തിയാൽ ഷായാക്കി. ഷ. തെറ്റിപ്പോയത് ഷ. സ, ഹ. ചെറിയ ആദ്യത്തെ തല ചെറുതും രണ്ടാമത്തെ തല വലുതുമായിരിക്കണം. ശ, ഷ, സ, ഹ, ല. ഓയതില്ല. അതുപോലെ തന്നെ അതിന് വാല് കൊടുത്താൽ ശ, 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 ഷ, സ, ഹ, ള, ഴ, റ. ശ, ഷ, സ, ഹ, ള, ഴ, റ. ഇത് ചേർത്ത് വാക്ക് നോക്കാം. ശനി, സാറ്റർഡേ ആണ്. ശനി. ശരി, ശരി, ശരി ടിക്കുക. ശരിയാണ്. ശരി. ശശി. ശശി മീൻസ് ചന്ദ്രൻ എന്നാണ് അർത്ഥം. ശശീന്ദ്രൻ, ശശിയെ ധരിക്കുന്നവൻ, ശശീന്ദ്രൻ. അത് ശിവൻ എന്നാണ് നോക്കുന്നത്. ശശി, ശനി, ശരി. നിഷ നോക്കിക്കേ. ശ, ഷ, സ, ഹ, ള, ശ. ശനി, ശരി, ശശി. ശശി. ഷ, വിഷം, പോയിസൺ, വിഷു. കഷായം, ഒരു ആയുർവേദ മെഡിസിനാണ് കഷായം. കഷായം, കഷായം. ഷ, വിഷം, വിഷു, കഷായം. വിഷം ഒരു പോയിസൺ. വിഷു കഴിഞ്ഞ ദിവസം കൂടെ ആഘോഷിച്ചേ ഉള്ളൂ. കണിക്കൊന്നയൊക്കെ വെച്ച് കണിയൊക്കെ വെച്ച് അതിനെയാണ് വിഷു എന്ന് പറയുന്നത്. കഷായം ഒരു ആയുർവേദ മെഡിസിനാണ്. പച്ചമരുന്നൊക്കെ ഇട്ട് ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരു ഔഷധം തന്നെയാണ് കഷായം. ഇനി സ എല്ലാവർക്കും അറിയാമല്ലോ. സ, സാരി, സമം, സരസ്. സാരി, സമം, സരസ്. സാരി മീൻസ് നമ്മുടെ ഇന്ത്യക്കാർ ഉടുക്കുന്ന നീളമുള്ള ഒരു തുണീനെയാണ് സാരി എന്ന് പറഞ്ഞാൽ. ഒരു 5-5 മീറ്റർ കാണും. ഇങ്ങനെ 500 വെച്ച് ഇങ്ങനെ മുന്താണിയൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും സാരി. ഇനി സമം എന്ന് വെച്ചാൽ ഈക്വൽ ടു. അപ്പോൾ 2 + 2 = 4. രണ്ടും കൂട്ടിയ തുകയ്ക്ക് സമമാണ് 4 എന്നാണ്. സമം മീൻസ് ഈക്വൽ ടു, ഈസ് ഈക്വൽ ടു, സമം. ഇനി സരസം എന്ന് വെച്ചാൽ പൊയ്ക, പൊയ്ക. ഇനി ഹ, ഹാരം, ഉമാല, ഹരി, ആഹാരം. ഇത് ഞാൻ സ്ഥലപരിമിതി പോലെ നമുക്ക് മായ്ച്ചിട്ട് ഇരിക്കണം. ഹംസം, ഹംസം മീൻസ് അരയന്നം, സ്വാൻ.
ഹംസം. ഹാരം. ആരം പൂമാല. ആഹാരം. ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം. ഹംസം സ്വാൻ അല്ലെങ്കിൽ അരനം. ഹാരം പൂമാല. കല്യാണ സമയത്ത് ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന പൂ കൊണ്ടുള്ള മാലയാണ് ഹാരം എന്ന് പറയുന്നത്. ആഹാരം ഭക്ഷണം. വള. തവ. തവള. കയ്യിലണിയുന്ന ആഭരണത്തിന് വളയെന്നും കാലിലണിയുന്ന ആഭരണത്തിന്, അതായത് വെറൊരു വള മാത്രം, അല്ലാതെ ഈ കുലിസ് പോലെ ഇങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാക്കി വെക്കുന്നില്ല. വെറൊരു വള പോലുള്ളതിനെയാണ് ആൺകുട്ടികൾക്കാണ് മിക്കവാറും സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കുന്നത്. തവള അറിയാതെ ഫ്രോക്ക്. വള, തള, തവള, ള. ഇനി നോക്കിക്കേ. വഴി. പാത്ത്. വഴി. കുഴി. വിറ്റ്. കുഴി. കഴിവ്. സ്കില്ല്. വഴി, പാത്ത് അല്ലെങ്കിൽ നടന്നു പോകുന്ന പാത. വഴി, കുഴി, കഴിവ്. കുഴി അറിയാവുന്ന പിറ്റ്. കഴിവ് സ്കില്ല്. അറിയാലോ റവ. വറവ്. റാവിട്ട് ഒരുപാട് വാക്കുകളുണ്ട്. റവ, വറവ്, ഇങ്ങനെ കുറവ്. ഇത്രയും അക്ഷരങ്ങളോട് നോക്കാം. ഒന്നുകൂടെ നമുക്ക് റിവൈൻ ചെയ്യാം. യാ, രാ, ലാ, വാ, ശാ, ഷാ, സാ, ഹാ, ലാ, ഴ, റ. യാ, രാ, ലാ, വാ, ശ, ഷ, സ, ഹ, ല, ഴ, റ. ഇത്രയാണ് മലയാളത്തിലെ പ്രധാനപ്പെട്ട വ്യഞ്ജനങ്ങൾ. പിന്നെ ഇതിൻ്റെ വകഭേദമുണ്ട്, കൂട്ടക്ഷരങ്ങൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും കുട്ടികൾക്ക് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബായ്. ഇന്നത്തെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.